ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആഫ്രിക്കയെ കുറിച്ചുള്ള പ്രവചനം. ആഫ്രിക്കയിലെ ഉഗാണ്ടയിലേക്ക് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുവാൻ ഒരു അവസരം ലഭിച്ചു. അവിടെ ആയിരുന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു. അതൊരു പ്രോഫറ്റിക് ഡ്രീം ആയിരുന്നു. ആഫ്രിക്കയെക്കുറിച്ചുള്ള സന്ദേശം, ഉഗാണ്ടയെക്കുറിച്ചുള്ള സന്ദേശം ആ സ്വപ്നത്തിലുണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ തന്നെ ആഫ്രിക്കയെക്കുറിച്ച് പല പരാമർശങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ രണ്ടാം നദിക്ക് ഗീഹോൻ എന്ന് പേർ, അത് കൂഷ് ദേശമൊക്കെയും ചുറ്റുന്നു. കൂഷ് ദേശമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ആഫ്രിക്കയെക്കുറിച്ചാണ്. ഗീഹോൻ നദി കൂഷ് ദേശമൊക്കെയും ചുറ്റുന്നു. യിശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടെയും ഒരു ആഫ്രിക്കയെക്കുറിച്ചുള്ള, കൂഷ് ദേശത്തെക്കുറിച്ചുള്ളൊരു പരാമർശം കാണാൻ കഴിയുന്നുണ്ട്. യിശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 18-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, അയ്യോ കൂഷിലെ നദികൾക്കരികെ ചിറക് കിരുകിരുക്കുന്നതും, അവിടെ കൂഷ് എന്നുള്ള പരാമർശം കാണുക. ആഫ്രിക്കയെക്കുറിച്ചുള്ള അനേകം വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിൽ കാണുന്നു. എത്യോപ്യയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 68:31 എത്യോപ്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സെഫന്യാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 10-ാം വാക്യത്തിൽ എത്യോപ്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ലിബിയയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ലിബിയയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10-ാം വാക്യത്തിൽ ലിബിയയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പിന്നീട് ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് ഈജിപ്തിനെ കുറിച്ചാണ്. മിസ്രൈമിനെ കുറിച്ച് അനേകം പരാമർശങ്ങൾ കാണുവാൻ കഴിയുന്നു. മിസ്രൈമിലെ നദിയാകുന്ന, ഈജിപ്തിലെ നദിയാകുന്ന, അല്ലെങ്കിൽ ആഫ്രിക്കയിലെ വലിയ നദിയാകുന്ന നൈൽ നദിയെക്കുറിച്ചുള്ള അനേകം പരാമർശങ്ങൾ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. അതോടൊന്നിച്ച് തന്നെ ഷേബ രാജ്ഞിയെക്കുറിച്ച്, ക്വീൻ ഓഫ് ഷീബ, ഷെബ രാജ്ഞിയെക്കുറിച്ച് 1 രാജാക്കന്മാരുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ, 2 ദിനവൃത്താന്തം അതിൻ്റെ 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ക്വീൻ ഓഫ് ഷേബയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഷേബ രാജ്ഞിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പൊതുവിൽ വിശ്വസിക്കുന്നത് ഷേബ രാജ്ഞി ആഫ്രിക്കയിൽ നിന്നാണ് വന്നത് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആഫ്രിക്കയെക്കുറിച്ചുള്ള അനേകം വചനങ്ങൾ ബൈബിളിൽ കാണുവാൻ കഴിയുന്നു. ഇന്ന് ആഫ്രിക്കയിൽ പല രാജ്യങ്ങളിലും ഉണർവുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അസാധാരണമാകുന്ന ഉണർവുകൾ നൈജീരിയയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, സിംബാബ്വേയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, സാംബിയയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, മലാവിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ തുടങ്ങി അനേകം രാജ്യങ്ങളിൽ. ഉഗാണ്ടയിൽ ഒരു പരിശുദ്ധാത്മ ചലനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന സന്ദർഭത്തിൽ അത്ര അധികമായി കാണാൻ കഴിയുന്നില്ല. എന്നാൽ അനേകം ചലനങ്ങൾ ഉഗാണ്ടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ഉണർവുകൾ, ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ ഉണർവുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിശക്തന്മാരാകുന്ന ദൈവദാസന്മാരെ ഈ കഴിഞ്ഞുപോയ ദശാബ്ദങ്ങളിൽ ആഫ്രിക്കയെ സംഭാവന ചെയ്യുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് പാസ്റ്റർ ബെൻസൺ ഇഡിഹോസ, അല്ലെങ്കിൽ അപ്പോസ്റ്റൽ ബെൻസൺ ഇഡിഹോസ. അപ്പോസ്റ്റൽ ബെൻസൺ ഇഡിഹോസ നൈജീരിയയിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ച അഭിഷക്തനെ നൈജീരിയയിൽ ദൈവം ഉപയോഗിച്ചു, ഘാനയിൽ ദൈവം ഉപയോഗിച്ചു, ആഫ്രിക്കയിലെ അനേകം രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു. മാത്രവുമല്ല, ലോകരാജ്യങ്ങളിൽ അപ്പോസ്റ്റൽ ബെൻസൺ ഇഡിഹോസയെ ഉപയോഗിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് റൈൻഹാർഡ് ബോംഗെ ആഫ്രിക്കയിൽ കടന്നു ചെന്ന് നീണ്ട വർഷങ്ങൾ, ദശാബ്ദങ്ങൾ ആഫ്രിക്കയുടെ ഓരോ രാജ്യങ്ങളിലും കടന്നു ചെന്ന് സുവിശേഷം ശക്തമായി പ്രസംഗിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് ആഫ്രിക്കയിൽ ഇന്ന് അസാധാരണ ചലനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇതിനിടയിലും കർത്താവ് ആഫ്രിക്കയോട് സംസാരിക്കുന്നു. അനേകം ദൈവദാസന്മാരിലൂടെ ആഫ്രിക്കയോട് സംസാരിക്കുന്നു. ആഫ്രിക്കയുമായുള്ള ബന്ധത്തിൽ ഈ യാത്രയിൽ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഉഗാണ്ടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ആ പ്രോഫറ്റിക് ഡ്രീം, അതിലൊരു പ്രധാനപ്പെട്ട സന്ദേശമുണ്ട്. എന്നാൽ ആ പ്രോഫറ്റിക് ഡ്രീമിനെ കുറിച്ച് പറയുന്നതിന് മുന്നമേ, വർഷങ്ങൾക്ക് മുന്നമേ എനിക്ക് ഒരു പ്രോഫറ്റിക് ഡ്രീം ആഫ്രിക്കയെക്കുറിച്ച് ലഭിച്ചിരുന്നു. അത് പറഞ്ഞു തുടങ്ങിയെങ്കിൽ മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേക കാര്യം സംഭവിക്കുന്നുണ്ട്. ഞാൻ ഉഗാണ്ടയിൽ ചെന്ന സന്ദർഭത്തിൽ എന്നെ ഒരു യൗവനക്കാരൻ വിളിച്ചു. അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന്, കമ്പാലയിൽ നിന്നൊരു യൗവനക്കാരൻ എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ അടൂർ സ്വദേശിയാണ്, താങ്കളെ നേരിട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ വന്ന് കാണുകയുണ്ടായി. അദ്ദേഹം ഒരു മിഷണറിയായി ഉഗാണ്ടയിൽ വന്നിരിക്കുകയാണ്. അത്ഭുതകരം. അതോടൊന്നിച്ച് തന്നെ അടുത്ത ദിവസം മറ്റൊരു ദൈവദാസൻ എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം എന്നെ നേരിട്ട് വന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്കിവിടെ ഒരു ജോലി ലഭിച്ചിട്ട്, പ്രത്യേക നിലയിൽ ദുബായിലായിരുന്ന ആ പ്രിയ ദേവദാസൻ, അതൊരു പാസ്റ്റർ കൂടിയാണ്, അദ്ദേഹത്തിന് ഉഗാണ്ടയിൽ കമ്പാലയിൽ ജോലി ലഭിക്കുകയുണ്ടായി. ദുബായിലുള്ള കമ്പനി തന്നെയാണ് തന്നെ കമ്പാലയിലേക്ക് അയച്ചത്. അങ്ങനെ കമ്പാലയിലായിരിക്കുന്നു. കർത്താവ് തന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ കമ്പാലയിൽ ഈ ജോലിയോടുകൂടി അയച്ചിരിക്കുന്നത് എൻ്റെ സ്ഥാനാപതിയായിട്ടാണ്. അദ്ദേഹവും അവിടെ ശക്തമാകുന്ന ചില പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു. ചില നാളുകൾക്ക് മുന്നമേ തന്നെ മറ്റൊരു യൗവനക്കാരൻ അദ്ദേഹത്തെ ആ ദേശത്തേക്ക്, അദ്ദേഹത്തിന് ഇന്ത്യയിൽ ജോലി ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ ജോലി റിസൈൻ ചെയ്തിട്ട് ഉഗാണ്ടയിലേക്ക് പോകുവാൻ തന്നെ പരിശുദ്ധാത്മാവ് അയക്കുകയുണ്ടായി. ഞാനിതെല്ലാം ചേർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, വ്യത്യസ്തമാകുന്നൊരു കാര്യം ഇപ്പോൾ സംഭവിക്കുന്നു. ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് അനേകം ദൈവദാസന്മാരെ ആഫ്രിക്കയിലെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക്, വിവിധ രാജ്യങ്ങളിലേക്ക് കർത്താവ് തൻ്റെ വചനവുമായി അയക്കുകയാണ്. പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ ശക്തമാകുന്ന ഉണർവുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉണർവിൻ്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തു നിന്നും, നമ്മുടെ രാജ്യത്തു നിന്നും അനേകരെ ആഫ്രിക്കയിലേക്ക് അയക്കുന്നു എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക സീസൺ തുറക്കപ്പെട്ടിരിക്കുന്നു എന്നതിനൊരു അടയാളമാകുന്നു. അതുകൊണ്ടാണ് ഈ പ്രോഫറ്റിക് ഡ്രീമിന് ഒരു പ്രാധാന്യമുള്ളത്. ഞാൻ ഈ പ്രാവശ്യം കണ്ട പ്രോഫറ്റിക് ഡ്രീം പറയാൻ തുടങ്ങുകയാണ്. എന്നാൽ അതിന് മുന്നമേ ആദ്യത്തെ ഡ്രീം പറയണം. ഞാൻ പരാമർശിച്ചതുപോലെ ഒന്നാമത്തെ ഡ്രീമിൽ നിന്ന് തുടങ്ങാം. 2008 അല്ലെങ്കിൽ 2007 അവസാന ദിവസമാകുന്ന ഡിസംബർ മാസം 31 2008 പ്രവേശിക്കുവാനുള്ള വാച്ച് നൈറ്റ്സ് സർവീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ദർശനം, അതൊരു സ്വപ്നമായിരുന്നില്ല, ഒരു ദർശനം ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകി തരികയുണ്ടായി. ആ സമയത്ത് ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് ആ വാച്ച് നൈറ്റ് സർവീസിൽ കീക്കുഴൂരുള്ള, ഈ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ കീക്കുഴൂരിലുള്ള ചേർച്ച് ഓഫ് ഗാഡ് ആ ദൈവസഭയിലാണ് അന്ന് വാച്ച് നൈറ്റ് സർവീസിന് അല്ലെങ്കിൽ ക്രോസ് ഓവർ സർവീസിന് ഞങ്ങൾ പങ്കെടുക്കുവാൻ അവിടെയാണ് ഞങ്ങളായിരുന്നത്. അത് എൻ്റെ മാതൃസഭയാണ്, കീക്കുഴൂർ ചേർച്ച് ഓഫ് ഗാഡ്. ആ ചേർച്ചിൽ, ചെറിയൊരു ചേർച്ചാണ്, ഒരു 40-50 ആളുകൾ മാത്രം കൂടുന്ന ആ ചേർച്ചിലെ വാച്ച് നൈറ്റ് സർവീസിൽ പങ്കെടുക്കുമ്പോൾ 2007 ഡിസംബർ മാസം 31 വാച്ച് നൈറ്റ് സർവീസ് നടക്കുകയാണ്. അടുത്ത വർഷത്തേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ പോകുന്നു. 2008 പ്രവേശിക്കുവാൻ പോകുന്നു. 12 ആകുന്നതിന് മുന്നമേ, 12 മണി ആകുന്നതിന് മുന്നമേ, 11:45 കഴിഞ്ഞിട്ട് എല്ലാവരും എഴുന്നേറ്റ് വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, മഹത്വം, ആരാധന അർപ്പിച്ചുകൊണ്ട് 2008 പ്രവേശിക്കാൻ പോവുകയാണ്. 12 മണി 12:15 ആയി കഴിഞ്ഞിട്ടാണ് പാസ്റ്റർ പറയുന്നത് നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന ആ വലിയ പ്രഖ്യാപനമുണ്ടാകുന്നത്. ആ സമയത്ത് എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. കണ്ണടച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടാണ് 2008 പ്രവേശിക്കുന്നത്. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ വൈഫ് ഷീബ കണ്ണടച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ സമയത്ത് 2008 പ്രവേശിക്കുമ്പോൾ ഷീബ കാണുകയാണ്. പെട്ടെന്ന് ഷീബ ഒരു വിഷൻ കാണുകയാണ്. ആ വിഷനിൽ ഷീബ കാണുന്നത്
ഒരുപാട് ആഫ്രിക്കൻസിനെ കാണുവാൻ കഴിയുന്നു. ആ ആഫ്രിക്കൻസിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കുന്നതായിട്ട് ശിവ കാണുകയാണ്. ആഫ്രിക്കൻസിന് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. അതാണ് ആ വിഷനിൽ കാണുകയുണ്ടായത്. ആരാധനയുടെ ഇടയിൽ പൊടുന്നനവ്. ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ശിവയ്ക്ക് ആ സമയത്ത് ആഫ്രിക്കയെക്കുറിച്ചുള്ള ഒരു ചിന്തയുമില്ല. ഇന്ത്യയിൽ നല്ല ദൗത്യങ്ങളിലായിരിക്കുമ്പോൾ അങ്ങനെ ആഫ്രിക്കയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ആ സമയത്താണ് പെട്ടെന്ന് ഈ വിഷൻ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ആ ദർശനം ശിവ കാണുന്നത്. ആഫ്രിക്കൻസിനെ കാണുന്നു. ആഫ്രിക്കൻസിന് ഞാൻ ഭക്ഷണം വിളമ്പുന്നു. ഞങ്ങൾ ആ വാച്ച് നൈറ്റ് സർവീസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അന്യോന്യം അവരവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ശിവ എന്നോട് പറയുകയുണ്ടായി, ഇങ്ങനെ ഞാനൊരു ദർശനം കണ്ടു. ദർശനത്തിൽ അനേകം ആഫ്രിക്കൻസിനെ കാണുകയുണ്ടായി. ആഫ്രിക്കൻസിന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ആ ദർശനം എന്നോട് പങ്കുവച്ചു. ഉടനടി എനിക്ക് മനസ്സിലായി, ഭക്ഷണമെന്ന് പറയുമ്പോൾ വേർഡ് ഓഫ് ഗോഡാണ്. ആഫ്രിക്കയിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ദൗത്യവുമായി അയക്കുന്നു എന്നുള്ള ബോധ്യം ലഭിച്ചു. ജാനുവരി മാസം 1-ാം തീയതി 2008 1-ാം തീയതി മുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആഫ്രിക്കയിലെ രാജ്യങ്ങളുടെ എല്ലാം പേരുകൾ എഴുതി വെച്ചു. ഏകദേശം 56ഓളം രാജ്യങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്ന് പുതിയ രാജ്യങ്ങളൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങൾ. സുഡാൻ 2ആയിട്ട് വിഭജിക്കപ്പെടുകയുണ്ടായിരുന്ന സൗത്ത് സുഡാനുണ്ട്, സുഡാനുണ്ട്. അങ്ങനെ ചിലപ്പോൾ 1-2 രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഏറ്റവും കുറഞ്ഞത് 56 രാജ്യങ്ങളുടെ പേരുകൾ എഴുതി വെച്ച് ജാനുവരി മാസം 1-ാം തീയതി മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് മുന്നമേയും ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രാർത്ഥന കുറേ കൂടെ ഫോക്കസ്ഡായി. എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് എന്നെ ആഫ്രിക്കയിലേക്ക് അയക്കുവാൻ പോകുകയാണ്. അവസരങ്ങൾ എനിക്ക് ലഭിക്കുവാൻ പോകുന്നു. ഇത് 17 വർഷങ്ങൾക്ക് മുന്നമേ സംഭവിക്കുന്ന കാര്യമാണ്. 17 വർഷങ്ങൾക്ക് മുന്നമേ 2008 പരിശുദ്ധാത്മാവ് ദർശനത്തിലൂടെ സന്ദേശം അറിയിച്ചു കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുകയാണ്. എങ്ങനെ? പ്രാർത്ഥനയിൽ തയ്യാറെടുപ്പ് നടത്തുന്നു. 56 രാജ്യങ്ങളുടെ പേരുകൾ എഴുതി വെച്ചു. അനേകം രാജ്യങ്ങളുടെ പേരുകൾ എനിക്കിപ്പോൾ മനഃപ്പാടമായി തന്നെ പറയുവാൻ കഴിയും. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഉണ്ട്, അവിടെ ലെസോത്തോ ഉണ്ട്, അത് കഴിഞ്ഞാൽ അവിടെ സിംബാബ്വെ ഉണ്ട്, സാംബിയ ഉണ്ട്, മുകളിലേക്ക് വരികയാണെങ്കിൽ മാലാവി ഉണ്ട്, വീണ്ടും ഈസ്റ്റ് ആഫ്രിക്കയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കെനിയുണ്ട്, അപ്പുറത്ത് എത്തിയോപ്യ ഉണ്ട്, അതിൻ്റെ മുകളിൽ സൊമാലിയ ഉണ്ട്. ഈസ്റ്റ് ആഫ്രിക്കൻ നേഷൻസ്, മറ്റ് ഈസ്റ്റ് ആഫ്രിക്കൻ നേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാൻസാനിയ ഉണ്ട്, ഉഗാണ്ടയുണ്ട്, റുവാണ്ടയുണ്ട്, കോങ്കോ ഉണ്ട്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഉണ്ട്, സുഡാനുണ്ട്, സൗത്ത് സുഡാനുണ്ട്, ലിബിയ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, അവിടെ ഈ വെസ്റ്റേൺ സഹാറ ഉണ്ട്, ടുണീഷ്യ ഉണ്ട്. വീണ്ടും താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബെനിനുണ്ട്, ഘാനയുണ്ട്, നൈജീരിയയുണ്ട്, കാമറൂണുണ്ട്, ഇറിറ്റേറിയ ഉണ്ട്. ഇങ്ങനെ തുടങ്ങി അനേകം രാജ്യങ്ങൾ, 56 രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എപ്പോഴും ഓർക്കുക, കർത്താവ് നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് അയക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രഥമ നടപടി എന്ന് പറയുന്നത് നിങ്ങളെ ആ മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ സജീവമാക്കും. ശക്തമാകുന്ന ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം വരും. ആ മാൻറ്റിൽ വരുന്ന സന്ദർഭത്തിൽ അത് സ്വീകരിക്കണം. അത് സ്വീകരിച്ച് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെയാണ് വാതിലുകൾ തുറക്കപ്പെടുന്നത്. 56 നേഷൻസിന് വേണ്ടി ജാനുവരി മാസം മുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഏകദേശം ജൂൺ മാസമായ സന്ദർഭത്തിൽ, ജൂൺ മാസം പകുതിയിൽ കൊച്ചി എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. 2008 ജൂൺ മാസം, ദിവസം ഞാൻ ഓർക്കുന്നില്ല, ജൂൺ മാസം പകുതിക്ക് ഞാൻ കൊച്ചി എയർപോർട്ടിൽ എവിടെയോ യാത്ര ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് അവിടെ ആ എയർപോർട്ടിലേക്ക് കയറുവാൻ തുടങ്ങുന്ന ആദ്യത്തെ വാതിലുണ്ടല്ലോ, അവിടെ ആളുകളിങ്ങനെ അവരുടെ ടിക്കറ്റ് കാണിച്ച് അകത്തോട്ട് പ്രവേശിക്കുന്ന ആ സ്ഥലത്ത് ഞാൻ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു ദൈവദാസനെ കാണുകയാണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഇത് പാസ്റ്റർ ഏലിയാസ് ജേക്കബ് ഫ്രം ദുബായ്. ആ ദൈവദാസൻ അവിടെ നിൽക്കുന്നു. ആ ദൈവദാസൻ ആരെയോ കൊണ്ടുവിടുവാൻ വേണ്ടി അവിടെ വന്നതാണ്. അദ്ദേഹം യാത്ര ചെയ്യുന്നില്ല, പക്ഷേ മറ്റാരെയോ കൊണ്ടുവിടുവാൻ വേണ്ടി അവിടെ വന്നതാണ്. അദ്ദേഹത്തിന് എന്നെ നേരിട്ട് അതുവരെ കണ്ട് പരിചയമില്ല. ഞാൻ കരുതി നേരിട്ട് പോയി കാണണമോ പരിചയപ്പെടണമോ. എന്തായാലും അടുത്ത് ചെന്നു.
ഞാൻ തന്നെ പരിചയപ്പെടുത്തി. ഞാൻ ബ്രദർ ഫിനി സ്റ്റീഫൻ എന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി പാസ്റ്റർ ഏലിയാസ് ജേക്കുമായിട്ട് ഒരു സ്നേഹ സംഭാഷണം ഒന്ന് കണ്ട് പരിചയപ്പെട്ടേക്കാം. സന്തോഷമായിരിക്കുന്നുവോ, ഒരു ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ തുടക്കമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചേക്കാം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, ചില മിനിറ്റുകൾ സംസാരിച്ചു. അവരവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്യോന്യം പങ്കുവച്ചപ്പോൾ പെട്ടെന്ന് ആ ദേവദാസൻ എന്നോട് പറയുകയാണ്, ഞങ്ങൾക്ക് ആഫ്രിക്കയിൽ ഉഗാണ്ടയിൽ പള്ളീസ എന്ന് പറയുന്ന സ്ഥലത്ത് ജൂലൈ മാസം പകുതി കഴിയുമ്പോൾ ഒരു ട്രെയിനിങ്, അവിടുത്തെ തദ്ദേശവാസികളാകുന്ന ദൈവദാസന്മാർക്ക് വേണ്ടിയുള്ള ഒരു ബൈബിൾ ട്രെയിനിങ് ഉണ്ട്. പാസ്റ്റർ ഫിന്നിക്ക് കടന്നു വന്ന് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പഠിപ്പിക്കാമോ എന്ന് എന്നോട് ചോദിക്കുകയാണ്. അത്ഭുതകരം, അതിശയകരം. 2008 1-ാം തീയതി കണ്ട സ്വപ്നത്തിൻ്റെ നിവർത്തീകരണം, 6 മാസത്തെ പ്രാർത്ഥന മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതാ ഒരു ഡിവൈൻ അപ്പോയിൻമെൻറ്റ്, ദൈവം തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ചില കൂട്ടിമുട്ടലുകൾ. ചിലപ്പോൾ അത് ബസ് സ്റ്റാൻഡിൽ വെച്ചായിരിക്കാം സംഭവിക്കുന്നത്, ചിലപ്പോൾ എയർപോർട്ടിൽ വെച്ചായിരിക്കാം സംഭവിക്കുന്നത്. അതിനൊന്നും കർത്താവിന് അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല. ചില കൂട്ടിമുട്ടലുകൾ, നിൻ്റെ ചില കൂട്ടിമുട്ടലുകൾ, നീ ചിലരുമായിട്ട് കണ്ടുമുട്ടുവാൻ പോകുന്നത് ഒരു ഡിവൈൻ അപ്പോയിൻമെൻ്റായി തീരുവാൻ പോകുന്നു. നിനക്ക് വേണ്ടിയുള്ള ഒരു ഓപ്പൺ ഡോറായി തീരുവാൻ പോകുകയാണ്. 6 മാസത്തോളം നീ നടത്തിയ പ്രാർത്ഥനയുടെ ഒരു ഉത്തരമായിട്ടായിരിക്കാം ചിലപ്പോൾ അവിചാരിതമായി ചിലരെ നീ കണ്ടുമുട്ടുന്നത്. അവിടെ അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കുക. എനിക്ക് വേണമെങ്കിൽ അവിടെ ഒഴിഞ്ഞു പോകാമായിരുന്നു. ആ ദേവദാസൻ അവിടെ നിൽക്കുന്നു, എനിക്ക് അറിയാം അത് പാസ്റ്റർ ഏലിയാസ് ജേക്കബ് ദുബായ് ആകുന്നു എന്ന്. അദ്ദേഹത്തിന് എന്നെ അറിയാത്തിടത്തോളം പോയി ഒരു കുശലം ചോദിക്കേണ്ട കാര്യമില്ല, എനിക്ക് കയറി അങ്ങ് പോകാം. എന്നാൽ ചില ഇത്തരത്തിലുള്ള കൂട്ടിമുട്ടലുകളാണ് വഴിത്തിരിവുകളായി തീരുവാൻ പോകുന്നത്, അത്ഭുത വഴിത്തിരിവുകളായി തീരുവാൻ പോകുന്നത്. അങ്ങനെയാണ് 17 വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ ആദ്യമായിട്ട് ആഫ്രിക്കയിൽ എത്തിച്ചേരുന്നത്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എത്യോപ്യൻ എയർലൈൻസിലാണ് ബോംബെയിൽ നിന്ന് യാത്ര ചെയ്ത് കെനിയയുടെ തലസ്ഥാനമാകുന്ന നെയ്റോബിയിൽ എത്തിച്ചേർന്നു. നെയ്റോബിയിൽ നിന്ന് എൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് പോകാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഓടി വന്നാണ് ഞാൻ കയറിയത്. നെയ്റോബിയിൽ നിന്ന് ആ ഫ്ലൈറ്റ്, കൊച്ചു ഫ്ലൈറ്റ്, കെനിയൻ എയർലൈൻസ് എൻറ്റേബിയിലേക്ക് പറന്നുയരുകയാണ്. അത് പറന്നുയരുമ്പോൾ പ്രത്യേകം എനിക്ക് മനസ്സിലായി, വിക്ടോറിയ ലേക്കിൻ്റെ മുകളിലൂടെയാണത് പറക്കാൻ പോകുന്നത്. ആ ഫ്ലൈറ്റ് ഭൂരിഭാഗവും വിക്ടോറിയ ലേക്കിന് മുകളിലൂടെയാണ് പറക്കുവാൻ പോകുന്നത്. അപ്പോൾ വിക്ടോറിയ ലേക്കിനെ കുറിച്ചുള്ള ചില ചിന്തകൾ വന്നു. അങ്ങനെ ആ ഫ്ലൈറ്റ് വന്ന് എൻറ്റേബി എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുന്നു. എൻറ്റേബി എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ എൻറ്റേബി, അവിടെ വെച്ചാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, എൻറ്റേബി ഫ്രാൻസ് എയറിൻ്റെ വിമാനത്തെ ഇദി അമീൻ, അന്നത്തെ ഏകാധിപതിയായിരുന്ന ഉഗാണ്ടയുടെ ഏകാധിപതിയായിരുന്ന ഇദി അമീൻ, ഇസ്രയേൽ ജൂയിഷ് പാസഞ്ചേഴ്സ് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഫ്രാൻസ് എയറിനെ തട്ടിയെടുത്ത് ആ ഫ്രാൻസ് എയറിനെ പിടിച്ചിട്ട എൻറ്റേബി എയർപോർട്ട്, അവിടെയാണ് ജൂയിഷ് സ്പൈസ് വന്ന് വിക്ടോറിയ ലേക്കിലൂടെ ബോട്ട് യാത്ര നടത്തുന്നത് പോലെയുള്ള രീതിയിൽ വന്ന് അവർ രഹസ്യങ്ങൾ കണ്ടുപിടിച്ച് മറ്റൊരു വിമാനത്തിൽ യഹൂദന്മാർ വന്ന് ഉഗാണ്ടൻ സൈന്യത്തെ പരാജയപ്പെടുത്തി അവരുടെ മുഴുവൻ പ്രിയപ്പെട്ടവരെയും, യഹൂദന്മാരാകുന്ന പ്രിയപ്പെട്ടവരെയും രക്ഷപ്പെടുത്തിയ ആ വലിയ സംഭവം നടന്ന എയർപോർട്ടിലേക്കാണ് ഈ വിമാനം പറന്നിറങ്ങുന്നത് എന്നുള്ള ചിന്ത എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. 1-ാം സന്ദർശനം 2008 ആദ്യമായിട്ട് ആഫ്രിക്കയിൽ കാൽ ചവിട്ടിയത്. ഞങ്ങൾ ദർശനത്തിൽ കണ്ടതുപോലെ തന്നെ അതിനുശേഷം 17 വർഷങ്ങളായിട്ട് ആഫ്രിക്കയിലെ അനേകം രാജ്യങ്ങളിൽ പോയി അവിടെയുള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുവാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം വലിയ അനുഗ്രഹമായി തീർന്നു. ഈ യാത്ര ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുന്നമേ ഉഗാണ്ടയിലേക്ക് നടത്തിയ യാത്ര, അത് അടുത്ത ഒരു പ്രതലം തുറക്കപ്പെടുന്നു എന്നതിന് ഒരടയാളമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ
കഴിഞ്ഞ ദിവസത്തെ യാത്രയിൽ അവിടെ എത്തിച്ചേർന്നു, ഉഗാണ്ടയിൽ എത്തിച്ചേർന്നു. ഞാൻ ജനുവരി മാസം 28-ാം തീയതി അവിടെ ഉഗാണ്ടയിൽ എത്തിച്ചേരുകയുണ്ടായി. ഉഗാണ്ടയിൽ എത്തിച്ചേർന്നു. 28, 29, 30, 31. 31-ാം തീയതി രാത്രിയിലായിരിക്കും കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ അർദ്ധരാത്രിയിൽ തന്നെ എഴുന്നേൽക്കുകയുണ്ടായി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരുപക്ഷെങ്കിൽ 4 മണി 2 മണി സമയത്തായിരിക്കും എഴുന്നേറ്റത്. 2 മണിക്ക് എഴുന്നേറ്റ് അങ്ങനെ പ്രാർത്ഥന നീണ്ടുപോയി. 6 മണിയോളം വരെ പ്രാർത്ഥന നീണ്ടുപോയി. 6 മണി കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കിടന്നേക്കാം, മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ടാകണമല്ലോ എന്ന് കരുതി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റതല്ലേ, അതുകൊണ്ട് വീണ്ടും 6 മണിക്ക് വീണ്ടും കിടന്നുറങ്ങുകയുണ്ടായി. 6 മണിക്ക് കിടന്നുറങ്ങി. 7:30 എഴുന്നേൽക്കുമ്പോഴാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന ആഫ്രിക്കയെക്കുറിച്ചുള്ള പ്രൊഫറ്റിക് ഡ്രീം കണ്ടത്. ആ ഡ്രീമിൽ ഞാൻ കാണുന്നത്, ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ചരിവുള്ള ഒരു സ്ഥലമാണ്. ഒരു സ്ഥലത്ത് നിൽക്കുന്നു. എൻ്റെ കൂടെ 2 പേര് കൂടിയുണ്ട്. ഒരാൾ ആഫ്രിക്കനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ആരാണെന്ന് അറിയത്തില്ല. 2 പേരും ആരാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവർ 2 പേരും ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഇവർ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വലിയ ചെമ്പ് പോലെയുള്ള പാത്രമാണ്. ആ പാത്രവുമായിട്ട് വരുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ആ പാത്രത്തിനകത്ത് ഭക്ഷണം ഇല്ല. ഭയങ്കര ചെമ്പുമായിട്ടാണ് വരുന്നത്. അവിടെ ആളുകളെ ഒന്നും ഞാൻ കാണുന്നില്ല. ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത്. പക്ഷേ ആ ചെമ്പിനകത്ത് ഭക്ഷണം ഇല്ല. എനിക്ക് സങ്കടമുണ്ടായി. അവരെ നോക്കിയതിന് ശേഷം വീണ്ടും ഞാൻ ആ ലാൻഡിലേക്ക് നോക്കുമ്പോൾ, അത് നീണ്ടു കിടക്കുന്നൊരു ലാൻഡാണ്. അതിൻ്റെ അടുത്ത 2 ലാൻഡുകളും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അതിരുണ്ട്. തൊട്ടപ്പുറത്തുള്ള 2 ലാൻഡുകളും കാണാൻ കഴിയുന്നുണ്ട്. ഈ ലാൻഡിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അവിടെയാണ് ഈ 2 പേര് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച് ഭക്ഷണമില്ലായിരുന്നു അതിനകത്ത്. വീണ്ടും അത് ആ ലാൻഡിലേക്ക് തന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഭയങ്കര ഡിമോണിക് ആക്ടിവിറ്റി ആ ലാൻഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഡീമൺസ് ആരും ഞാനവിടെ ഉണ്ടെന്നോ ഞങ്ങളവിടെ ഉണ്ടെന്നോ അവരറിയുന്നില്ല. അവർ ഞങ്ങളുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ അവരൊരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഒരു വലിയ സങ്കടം എൻ്റെ ഹൃദയത്തിലുണ്ടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ലാൻഡിൻ്റെ മേൽ എനിക്കൊരു അധികാരമുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശമുള്ളതായിട്ടുള്ള ബോധ്യം എനിക്ക് അപ്പോൾ മനസ്സിലാകുന്നു. ഈ ലാൻഡിൻ്റെ മേൽ എനിക്ക് ഉടമസ്ഥാവകാശമുണ്ട്. എന്നാൽ ഉടമസ്ഥാവകാശമുണ്ടെങ്കിൽ പോലും ഞാൻ നിരന്തരം ഈ ലാൻഡിൽ വരുന്നില്ല. വല്ലപ്പോഴും വന്നു പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോഴും ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഉടമസ്ഥാവകാശമുള്ള ഈ ലാൻഡിൽ മറ്റു ചില സ്വാധീന ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ബോധ്യം എനിക്ക് സങ്കടം കൊണ്ടുവന്നു. പെട്ടെന്ന് അവിടെ ഒരു ആയുധം കാണുന്നുണ്ട്. ആയുധം നല്ല സ്ട്രോങ് ആണ്. പക്ഷേ ആയുധത്തിന് നീളമില്ലാത്തത് കൊണ്ട് ഈ ആയുധം കൊണ്ട് ഇവയെ അറ്റാക്ക് ചെയ്യുവാനും കഴിയത്തില്ല. എൻ്റെ കൂടെയുള്ള മനുഷ്യൻ ആ ആയുധം എടുക്കുന്നുണ്ട്. പക്ഷേ ആ ആയുധത്തിന് നീളം കുറവാണ്. ആ ആയുധം അവിടെ പ്രയോജനപ്പെടുകയില്ല എന്ന് മനസ്സിലായി. മാത്രമല്ല, എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത വരികയാണ്, ഈ ആയുധം കൊണ്ട് ഇവയെ അറ്റാക്ക് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഈ ആയുധം കൊണ്ട് ഒരു ദുരാത്മാവിനെ ആയിരിക്കും ചിലപ്പോൾ അറ്റാക്ക് ചെയ്യുവാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ 100 കണക്കിന് ദുരാത്മാക്കൾ സജീവമായി പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഞാനങ്ങ് പോകുകയാണ്. എന്നാൽ 2 പേരെ ചുമതലപ്പെടുത്താം, ഈ ലാൻഡ് ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി 2 പേരെ കൂലി കൊടുത്ത് നിർത്താമെന്നും ഞാൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ആ കട്ടിലിൽ താമസിക്കുന്ന ആ മുറിയിലെ, ഉഗാണ്ടയിലുള്ള കമ്പാലയിലുള്ള ആ മുറിയിലെ കട്ടിലിൽ ഞാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു ബോധ്യം ലഭിക്കുകയാണ്. ഈ ലാൻഡിൽ ഈ ആയുധം ഫലിച്ചില്ലെങ്കിൽ പോലും, ഈ ലാൻഡിൽ പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും, ഈ ലാൻഡിൽ ഒരു തീ ഇറങ്ങുകയാണെങ്കിൽ, ഒരു വലിയ തീ ഇറങ്ങുകയാണെങ്കിൽ, ആ തീ ലാൻഡിൽ നിന്ന് കത്തുകയാണെങ്കിൽ
പിന്നീട് ഈ ദുരാത്മാക്കൾക്ക് അവയ്ക്ക് അവിടെ നിൽക്കുവാൻ, ആ ദുരാത്മാക്കൾക്ക് അവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. അവയെ മുഴുവൻ പുറത്താക്കുന്ന ഒരു തീ ഈ ലാൻഡിൽ ഇറങ്ങണം എന്നുള്ള ഒരു ചിന്തയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ എനിക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് ആ സ്വപ്നം അവസാനിക്കുന്നത്. ഇതിന് ദീർഘമാകുന്ന അർത്ഥമുണ്ട്. എന്നാൽ ഒറ്റ വാക്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും, പല നിലകളിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും, യഥാർത്ഥത്തിൽ ആ രാജ്യങ്ങൾക്ക് ലഭിക്കേണ്ട ഭക്ഷണം ലഭിക്കുന്നില്ല. അവിടെയുള്ള ജനത്തിന് ലഭിക്കേണ്ട അവരുടെ വളർച്ചയ്ക്ക്, ആത്മീക വളർച്ചയ്ക്ക് ഉപകാരമായി തീരുന്ന പോഷക ഗുണമുള്ള ആഹാരം അവർക്ക് ലഭിക്കുന്നില്ല. പരിണിതഫലം എന്താണ്? ഭയങ്കരമായിട്ട് ജനത്തെ ദുരാത്മ സ്വാധീനങ്ങൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൻ്റെ നടുവിൽ തന്നെ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ദുരാത്മ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാപത്തെ ജയിക്കുവാൻ കഴിയുന്നില്ല തുടങ്ങിയുള്ള പല മേഖലകളിൽ ദുരാത്മ സ്വാധീനങ്ങൾ അവരെ പിടിച്ചു വച്ചിരിക്കുന്നു. ദാരിദ്ര്യം, പണത്തിനു വേണ്ടിയുള്ള ആഗ്രഹം, ഇങ്ങനെ തുടങ്ങിയുള്ള പല മേഖലകൾ അവരെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇവയിൽ നിന്ന് ഈ രാജ്യങ്ങൾക്ക്, ഉണർവുകൾ നടക്കുന്നു എന്ന് പറയുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു വിടുതൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അസാധാരണമാകുന്ന, അതിശക്തമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ആ രാജ്യങ്ങളിൽ വെളിപ്പെടണം. തീ കത്തുന്നത് പോലെ, അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ഇറങ്ങിയതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീ ഈ രാജ്യങ്ങളിൽ ഇറങ്ങണം. ഈ രാജ്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങിയെങ്കിൽ മാത്രമേ, കർമ്മേലിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ഏലിയാവിൻ്റെ യാഗപീഠത്തിൽ തീ ഇറങ്ങിയതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അസാധാരണ അഗ്നി അവിടെ കത്തിയെങ്കിൽ മാത്രമേ, ഉഗാണ്ടയിൽ കത്തിയെങ്കിൽ മാത്രമേ, ഉണർവ് നടക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ, നൈജീരിയയിൽ കത്തിയെങ്കിൽ മാത്രമേ, ഘാനയിൽ, കെനിയയിൽ, റുവാണ്ടയിൽ, സാംബിയയിൽ, സിംബാബ്വേയിൽ ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമാകുന്ന ഒരു തീ കത്തിയെങ്കിൽ മാത്രമേ ഇപ്പോൾ നടക്കുന്ന ആ ഉണർവുകൾ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുകയുള്ളൂ. ആ രാജ്യത്ത് നിലനിൽക്കുന്ന മാറ്റങ്ങൾ സംഭവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീ ഇറങ്ങണം. അതാണ് ആഫ്രിക്കയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട സന്ദേശം ആ സ്വപ്നത്തിലൂടെ ലഭിച്ചത്. നിങ്ങൾ ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, നിങ്ങൾ ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാകുന്നുവെങ്കിൽ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവെ, അങ്ങയുടെ തീ ആ ദേശങ്ങളിൽ കത്തണമേ, കത്തണമേ. ആവശ്യമില്ലാത്തതിനെ മുഴുവൻ കത്തിച്ചു കളയുന്നൊരു തീ, ദുരാത്മ പ്രവർത്തികളെ മുഴുവൻ കത്തിച്ചു കളയുന്നൊരു തീ ആ രാജ്യങ്ങളിൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുക. അവിടെ പ്രവർത്തിക്കുന്ന അഭിഷക്തർ ആ നിലയിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കുക. കർത്താവ് മഹാത്ഭുതങ്ങളെ ചെയ്യും. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിശക്തമാകുന്ന ഒരു പരിശുദ്ധാത്മ പ്രവൃത്തിക്ക് വേണ്ടി അങ്ങ് ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആഫ്രിക്കയിലേക്ക് ഈ ശബ്ദം കേൾക്കുന്ന ചിലരെ യേശു അയക്കുവാൻ പോകുന്നുവല്ലോ. അവരുടെ ജീവിതം ഏറ്റവും നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം അവർ ഫയർ കാരിയേഴ്സായിട്ട് മാറണം. കർത്താവെ, അഗ്നിയെ വഹിക്കുന്നവരായി അവരെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കയിലെ ഓരോ രാജ്യങ്ങളെയും അങ്ങ് തീ കൊണ്ട് ശുദ്ധീകരിക്കണമേ. അഭിഷേകത്തിൻ്റെ തീ കൊണ്ട് ശുദ്ധീകരിക്കണമേ. തിന്മകൾ അഭിഷേകത്തിൻ്റെ തീയിൽ കത്തിപ്പോകട്ടെ. പാപ സ്വഭാവങ്ങൾ അഭിഷേകത്തിൻ്റെ തീയിൽ കത്തിപ്പോകട്ടെ. ഒരു വലിയ അത്ഭുതം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കർത്താവ് ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആഫ്രിക്കയെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നു. രോഗികൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങയ്ക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഈ സന്ദേശം മറ്റുള്ളവരുമായി തീർച്ചയായിട്ടും പങ്കുവയ്ക്കണം. കർത്താവാകുന്ന യേശുക്രിസ്തു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.
എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.